മലയാള സിനിമയുടെ ചരിത്രം മാറ്റി എഴുതിയ ദൃശ്യം ഫ്രാഞ്ചൈസിയുടെ ആഗോള അവകാശങ്ങൾ പനോരമ സ്റ്റുഡിയോസ് സ്വന്തമാക്കിയത് സിനിമാ ലോകത്ത് വലിയ ചർച്ചയായിരുന്നു. ആശീർവാദ് സിനിമാസിന് ചിത്രത്തിന്മേൽ ഇനി അവകാശമില്ലേ എന്ന ആരാധകരുടെ ആശങ്കകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് സംവിധായകൻ ജിത്തു ജോസഫ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. പനോരമ സ്റ്റുഡിയോസ് വാഗ്ദാനം ചെയ്തത് മലയാള സിനിമയിൽ ഇന്ന് വരെ കേട്ടുപരിചയമില്ലാത്ത അത്രയും വലിയൊരു ബിസിനസ് ഡീലാണെന്നും ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ ആന്റണി പെരുമ്പാവൂരിന് അത് നിരസിക്കാൻ കഴിയില്ലായിരുന്നു എന്നും ജിത്തു ജോസഫ് വ്യക്തമാക്കി. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് തിയേറ്ററിക്കൽ റൈറ്റ്സ്, OTT റിലീസ് അധികാരം, ഇൻഫ്ലൈറ്റ് എന്റർടൈൻമെന്റ് സംവിധാനങ്ങളിലെ പ്രദർശനാവകാശം എന്നിവയാണ് പനോരമയ്ക്ക് കൈമാറിയിരിക്കുന്നത്. മലയാളം പതിപ്പിന്റെ റീമേക്ക് അവകാശങ്ങൾ നഷ്ടപ്പെട്ടു എന്ന വാർത്തകൾ ജിത്തു ജോസഫ് തള്ളിക്കളഞ്ഞു. ഇന്ത്യൻ ഭാഷകളിൽ ഒഴികെ അന്താരാഷ്ട്ര റീമേക്ക് അവകാശങ്ങളും ഡബ്ബിംഗ് അവകാശങ്ങളും ഇപ്പോഴും ആശീർവാദ് സിനിമാസിന്റെ പക്കൽ സുരക്ഷിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു. തിരക്കഥ വായിച്ചപ്പോൾ തന്നെ പനോരമ സ്റ്റുഡിയോസ് ഈ പ്രോജക്റ്റിൽ ആകൃഷ്ടരായിരുന്നു. എന്നാൽ കേരളത്തിലെ പശ്ചാത്തലത്തിൽ വർക്കാകുന്നത് പോലെ മറ്റു ഭാഷകളിൽ മാറ്റം വരുത്തേണ്ടതുണ്ടെന്ന് അവർ നിർദ്ദേശിച്ചു. ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ്. ആന്റണി പെരുമ്പാവൂരിനെ തേടി ഈ വമ്പൻ ഓഫർ എത്തിയത്. മലയാള സിനിമയുടെ ആഗോള വ്യാപനത്തിന് ഈ കരാർ വലിയ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ജോർജ് കുട്ടിയും കുടുംബവും വീണ്ടും സ്ക്രീനിലെത്തുന്ന ദൃശ്യം 3 എന്ന ചിത്രത്തിനായി ലോകമെമ്പാടുമുള്ള മലയാളികൾ കാത്തിരിക്കുമ്പോഴാണ് ഈ ബിസിനസ് വെളിപ്പെടുത്തൽ പുറത്തു വരുന്നത്. ചിത്രത്തിന്റെ ഫ്രാഞ്ചൈസി വാല്യൂ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യമാണ് പനോരമ സ്റ്റുഡിയോസിനുള്ളത്. ജിത്തു ജോസഫ്, മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറന്ന ഈ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഇനി വെറും ഒരു പ്രാദേശിക സിനിമയല്ല, മറിച്ച് ലോകം ഉറ്റുനോക്കുന്ന ഒരു ബ്രാൻഡായി മാറിക്കഴിഞ്ഞു. ബിസിനസ് ഡീലുകൾ എങ്ങനെയായാലും പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ആ ത്രില്ലിംഗ് അനുഭവം ദൃശ്യം 3 ഭാഗത്തിലും ഉണ്ടാകുമെന്ന് സംവിധായകൻ ഉറപ്പു നൽകുന്നു.